നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം ഭഗവതം. ഏകചക്രയിലെത്തിയ പാണ്ഡവന്മാർ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ താമസിച്ചു. ഭിക്ഷയെടുത്താണ് അവർ കാലയാപനം ചെയ്തത്. ദിവസേന കിട്ടുന്ന ഭിക്ഷ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുക്കും. അമ്മ അത് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ഭീമന് കൊടുക്കും, മറ്റേ ഭാഗം 5ആയി ഭാഗിച്ച് 5 പേരും കൂടി കഴിക്കും. ബ്രാഹ്മണന് വന്നുപെട്ട ആപത്ത്. ഒരു ദിവസം ഭീമനൊഴിച്ച് മറ്റെല്ലാവരും ഭിക്ഷയ്ക്ക് പോയി. അമ്മയും ഭീമനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടുടമസ്ഥനായ ബ്രാഹ്മണൻ താമസിക്കുന്ന ഭാഗത്തു നിന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം കേട്ടു. രോദനം കേട്ട കുന്തി ഭീമനോട് പറഞ്ഞു, നമുക്ക് വീട് നൽകി സഹായിച്ച ബ്രാഹ്മണന് എന്തോ ആപത്ത് പറ്റിയിരിക്കുന്നു. അയാളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ഈ ആപത്തിൽ അയാളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ശരിയാണ് എന്ന് ഭീമന് തോന്നി. എന്താപത്താണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. കുന്തി കാരണം അന്വേഷിച്ചു. ബ്രാഹ്മണന്റെ അന്തഃപുരത്തിൽ കയറി ചെന്നു. ബ്രാഹ്മണനും ഭാര്യയും മക്കളും ഇടതടവില്ലാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുന്തി കണ്ടത്. ബ്രാഹ്മണൻ പത്നിയോട് പറയുകയാണ്, ഞാൻ ഈ ജീവിതം വെറുക്കുന്നു. ജീവിതം ദുഃഖകരമാണ്. അർത്ഥം ആശിക്കുന്നത് തന്നെ ദുഃഖകരമാണ്. അർത്ഥം ഇഷ്ടപ്പെട്ടവന് അർത്ഥനാശത്തിൽ ദുഃഖം വർദ്ധിക്കുന്നു. ആ ദുഃഖം അസഹനീയമാണ്. ഇവിടുന്ന് പൊയ്ക്കളയാമെന്ന് ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞില്ലേ? അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന വീട്ടിൽ കിടന്ന് മരിക്കണമെന്നും പറഞ്ഞ് എന്റെ വാക്കുകൾ നീ അനുസരിച്ചില്ല. എന്നിട്ട് ഇപ്പോഴെന്തായി? നീ ഇവിടെ കിടന്ന് മരിച്ചുകൊള്ളുക. ഞാൻ അവിടെ പോയി ഇപ്പോൾ തന്നെ മരിച്ചുകൊള്ളാം. എങ്കിലും എന്റെ മകനും മകളും ഞാൻ മരിച്ചാൽ പിന്നെ അവരുടെ ഗതി എന്താണ്? എല്ലാവരും ഒരുമിച്ച് ചാവുകയാണ് ഭേദം. ജീവിച്ചിരിക്കുന്നത് കഷ്ടമാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ വിപ്രൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, പ്രാണനാഥ, അങ്ങ് ജ്ഞാനിയാണല്ലോ, കരയാതിരിക്കുക. എന്റെ ഭാര്യ, എന്റെ പുത്രി, എന്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കുന്നത് സ്വാർത്ഥപരമാണ്. മനുഷ്യനായി പിറന്നാൽ മരണം കൂടാതെ കഴിയുകയില്ല. ഞാൻ ഭാര്യ എന്ന നിലയ്ക്ക് 2 സന്താനങ്ങളെ തന്ന് എന്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയും ഞാൻ മരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് ഒരു കുറവും വരികയില്ല. നേരെ മറിച്ച് ഒരു വിധവയായി തീർന്നാൽ ദുഷ്ടന്മാരും വഞ്ചകന്മാരുമായ ആളുകളുടെ ഇടയ്ക്ക് സദാചാരത്തോടെ ജീവിക്കുന്നതിന് ഞാൻ വളരെ ബുദ്ധിമുട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്തുന്നതിന് എനിക്ക് കഴിയാതെ വരും. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്ന ഭാര്യ ഭാഗ്യവതിയാണ്. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ച് രാക്ഷസന്റെ പക്കലേക്ക് അയക്കുക. സ്നേഹമയിയായ ഭാര്യയുടെ വാക്കുകൾ ബ്രാഹ്മണന് താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ വാത്സല്യത്തോടെ അവളെ മാറോട് ചേർത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, എന്താണ് നീ പറയുന്നത്? നീയല്ലാതെ എനിക്കെന്ത് ജീവിതം? ഒരു ഭർത്താവിന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം ഭാര്യയെ സംരക്ഷിക്കുകയാണ്. നിന്നെ രാക്ഷസന് കൊടുത്തിട്ട് ഞാൻ ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മാതാപിതാക്കൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടു നിന്നിരുന്ന പുത്രി വേദനയോടെ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഞാൻ കുട്ടിയാണെങ്കിലും പറയുന്നത് കേൾക്കുക. നിങ്ങൾ എന്നെയാണ് ഉപേക്ഷിക്കേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മറ്റൊരാളിന്റെ കൂടെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം. അങ്ങനെയുള്ള ഞാൻ ഇന്ന് രാക്ഷസന്റെ അടുക്കൽ പോയി മരിച്ചാലും നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മകൾ എന്നും അച്ഛനമ്മമാർക്ക് ദുരിതമാണ്. അതുകൊണ്ട് നിങ്ങളെ 3 പേരെയും രക്ഷിക്കുന്നതിനുള്ള ധർമാനുഷ്ഠാനത്തിന് എന്നെ ചുമതലപ്പെടുത്തിയാലും. പുത്രിയുടെ വാക്കുകൾ മാതാപിതാക്കന്മാരെ കൂടുതൽ വേദനിപ്പിച്ചതേ ഉള്ളൂ. അവർ മൂവരും വാവിട്ട് കരഞ്ഞു. അവരുടെ ഇളയ മകൻ കാര്യത്തിന്റെ ഗൗരവമൊന്നും മനസ്സിലാക്കാതെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ ഒരു ചെറിയ വടി കയ്യിലെടുത്ത് വാൾ വീശുന്നത് പോലെ വീശി അവരുടെ ചുറ്റിനും ഓടിച്ചാടി നടന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരും കരയണ്ട. ഞാൻ രാക്ഷസന്റെ അടുക്കിലേക്ക് പോയി ഈ വടി കൊണ്ട് അവനെ അടിച്ചു കൊല്ലും. നിർദോഷിയായി അവൻ ചിരിച്ചുകൊണ്ട് രാക്ഷസനെ അടിക്കുന്നതായി സങ്കല്പിച്ച് വടി കൊണ്ട് നിലത്ത് തുരുതുര അടിച്ചു. വിഷാദത്തിന്റെ കൊടിയ ഗർത്തത്തിൽ വീണു കിടന്നിരുന്ന അവർ മകന്റെ വർത്തമാനവും വടിപ്രകടനവും കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ അറിയാതെ തന്നെ ചിരിച്ചുപോയി. ഈ സന്ദർഭം നോക്കി കുന്തി അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ബ്രാഹ്മണ, എന്ത് കാരണത്താലാണ് നിങ്ങളൊക്കെ ദുഃഖിക്കുന്നത്? എന്നോട് പറയുക. കഴിയുമെങ്കിൽ ഞാൻ ദുഃഖം തീർത്തു തരാം. ബ്രാഹ്മണൻ, ഭൗതിയുടെ സന്മനസ്സിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ദുഃഖം തീർക്കാൻ മറ്റാർക്കും സാധ്യമല്ല. അതിന്റെ കാരണം ഞാൻ പറയാം. ഭഗന്റെ കഥ. ഈ നഗരത്തിന്റെ പ്രാന്തത്തിൽ ഭഗൻ എന്നൊരു അസുരൻ പാർക്കുന്നുണ്ട്. കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് അവനാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു രാജാവുണ്ട്. അപ്രാപ്തനായ അയാൾ ഭഗനെ ഭയന്ന് ഒളിച്ചു ജീവിക്കുകയാണ്. ഭഗൻ മുമ്പ് നിഷ്കരുണം കാണുന്നവരെയൊക്കെ കൊന്നു ഭക്ഷിച്ചിരുന്നു.
മകന്റെ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടാനായി നാട്ടുകാർ അവനുമായി ഒരു കരാറുണ്ടാക്കി. അതനുസരിച്ച് ദിവസവും ഒരു വണ്ടി ചോറും കറികളും മദ്യവും, വണ്ടി വലിക്കുന്ന 2 പോത്തുകളും, ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനും ഉൾപ്പെടെയുള്ള ആഹാരം അവന് എത്തിച്ചു കൊടുക്കണം. ഓരോ വീട്ടുകാരും ഓരോ ദിവസം ഇതനുസരിച്ച് ആഹാരം നൽകുന്നു. അതുകൊണ്ട് അവനിപ്പോൾ കണ്ണിൽ കണ്ടവരെ എല്ലാം കൊല്ലുന്നില്ല. ഏതെങ്കിലും വീട്ടുകാർ അവരുടെ മുറ തെറ്റിച്ചാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും അവൻ കൊന്നു തിന്നുകളയും. നാളെ അവന് ആഹാരം കൊടുക്കേണ്ടത് എന്റെ ഊഴമാണ്. അവന് ഭക്ഷണമായി ഞങ്ങളിൽ ഒരാൾ പോകണം. അതേപ്പറ്റി ചിന്തിച്ചാണ് ഞങ്ങൾ ദുഃഖിക്കുന്നത്. ഇത് കേട്ടപ്പോൾ കുന്തിദേവി ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാൻ വിഷമിക്കേണ്ട. എനിക്ക് 5 പുത്രന്മാരുണ്ട്. അതിൽ ഒരുവൻ നാളെ നിങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടുപോകും. ബ്രാഹ്മണൻ കുന്തിയുടെ നിർദ്ദേശത്തെ എതിർത്തു. തനിക്ക് വേണ്ടി മറ്റൊരാൾ മരിച്ചാൽ അതിന്റെ പാപവും തനിക്കാണ് എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പോൾ കുന്തി പറഞ്ഞു, എത്ര മക്കളുണ്ടെങ്കിലും അതിൽ ഒരു മകൻ മരിച്ചാൽ ഏത് അമ്മയും മരിക്കണമെന്ന് ഒരമ്മയും കരുതുകയില്ല. എന്നാൽ എന്റെ മകൻ സാധാരണക്കാരനല്ല. അവൻ ആ രാക്ഷസനെ കൊന്ന് ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവനെ നിങ്ങൾക്ക് പകരമായി അയക്കാമെന്ന് നിർദ്ദേശിച്ചത്. നിങ്ങൾ ധൈര്യമായിരിക്കുക. ഈ വിവരം പരമരഹസ്യമായിരിക്കണം. ബ്രാഹ്മണൻ മനസ്സോടെ സമ്മതിച്ചു. കുന്തി മടങ്ങിയെത്തി ബ്രാഹ്മണ കുടുംബത്തിന്റെ ദുഃഖകാരണവും മറ്റും ഭീമനെ അറിയിച്ചു. ഭീമനെ ചോറും കറികളുമായി രാക്ഷസന്റെ അടുത്തേക്ക് അയക്കാമെന്ന് ബ്രാഹ്മണനോട് പറഞ്ഞിട്ടുള്ള വിവരവും അറിയിച്ചു. അമ്മയുടെ ആഗ്രഹപ്രകാരം ബകാസുരന്റെ അടുത്തേക്ക് പോകാമെന്ന് ഭീമൻ സമ്മതിച്ചു. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന കാര്യങ്ങളോർത്ത് ഉത്സാഹഭരിതനായി ഭീമൻ നിൽക്കുമ്പോഴാണ് സഹോദരന്മാർ ഭിക്ഷയുമായി മടങ്ങിയെത്തിയത്. ഭീമനിൽ നിന്ന് വിവരങ്ങളെല്ലാം മനസ്സിലാക്കി യുധിഷ്ഠിരൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇവൻ ഈ സാഹസത്തിന് ഒരുപെടുന്നത് അമ്മയുടെ അനുവാദത്തോടെയാണോ? കുന്തി, അതെ മകനെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ രാക്ഷസന്റെ അടുക്കിലേക്ക് പോകുന്നത്. ബ്രാഹ്മണന് വേണ്ടിയും ഈ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ മഹാകൃത്യത്തിന് ഞാൻ അവനെ വിടുന്നത്. യുധിഷ്ഠിരൻ, അമ്മ ചെയ്യുന്നത് വലിയ കടുങ്കൈയാണ്. അമ്മേ, അവനവന്റെ മക്കളെ ഉപേക്ഷിക്കുന്നത് പ്രശംസനീയമല്ല. അന്യന്റെ പുത്രനെ രക്ഷിക്കാൻ സ്വന്തം പുത്രനെ ഉപേക്ഷിക്കുന്നത് വേദവിരുദ്ധമാണ്. അമ്മയ്ക്ക് ഭീമനെ ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സുണ്ടായി? അവന്റെ ശക്തിയല്ലേ നമ്മുടെ ശക്തി. അതുപേക്ഷിച്ചാൽ നാം നിർജീവരായി തീരുകയില്ലേ? കുന്തി, യുധിഷ്ഠിര, ഭീമന്റെ ശക്തി നാം പല സന്ദർഭങ്ങളിൽ നേരിട്ട് കണ്ടറിഞ്ഞതല്ലേ. നിനക്ക് ഇനിയും അതിൽ വിശ്വാസമില്ലേ? ഭീമനെ രാക്ഷസന്റെ അടുക്കിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് ലോഭം കൊണ്ടോ അജ്ഞാനം കൊണ്ടോ വിഡ്ഢിത്തം കൊണ്ടോ അല്ല, ധർമ്മത്തെ വിചാരിച്ചാണ്. ഇതുകൊണ്ട് 2 കാര്യം ഒരേ സമയത്ത് നമുക്ക് സാധിക്കാൻ കഴിയും. 1, നമ്മെ സഹായിച്ച ബ്രാഹ്മണന് പ്രത്യുപകാരം ചെയ്യുക. 2, നാടിനെയും നാട്ടാരെയും രക്ഷിക്കുക എന്നുള്ള ധർമ്മം. കുന്തിയുടെ ധർമ്മോക്തികൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് സമാധാനമായി. ഭീമൻ രാക്ഷസനെ കൊന്നിട്ട് വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, പക്ഷേ കാര്യം വളരെ രഹസ്യമായിരിക്കണം. ഭീമൻ രാക്ഷസന്റെ അടുത്തേക്ക് പോകുന്ന വിവരം നാട്ടുകാർ അറിയരുത്. ഭീമ-ബക യുദ്ധം. അടുത്ത ദിവസം പ്രഭാതത്തിൽ ചോറും കറിയും നിറച്ച വണ്ടിയിൽ ഭീമൻ ബകന്റെ വാസസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് തന്നെ ആഹാരത്തിൽ ഒരു പങ്ക് മൃഗോദരൻ അകത്താക്കി കഴിഞ്ഞു. ഭീമൻ ബകന്റെ ഗുഹയ്ക്ക് സമീപമെത്തി. വണ്ടി നിർത്തി ആഹാരം താഴെ ഇറക്കി വെച്ചു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏ ബക, വരൂ, ആഹാരം കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ പേര് ചൊല്ലി വിളിക്കുന്നവൻ ആരടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ബകൻ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ കാണാം, ഒരു തടിമാടൻ തനിക്ക് കൊണ്ടുവന്ന ചോറും കറിയും ഉരുട്ടി വായിലേക്ക് തട്ടുന്നു. ഭീമൻ ബകനെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഭക്ഷണം തുറന്നുകൊണ്ടേയിരുന്നു. ബകൻ ഭീമന്റെ അടുത്ത് വന്ന് 2 കൈയും കൂട്ടിപ്പിടിച്ച് ഭീമന്റെ പുറത്ത് ഊക്കോടെ അടിച്ചു. ഭീമന് അടി ലേശവും ഏറ്റില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭീമൻ പിന്നെയും ചോറ് ഉരുട്ടിക്കൊണ്ടിരുന്നു. ഭീമന്റെ അവഗണന ബകനെ കോപാന്തനാക്കി. അവൻ ഒരു വലിയ വൃക്ഷം പിഴുതെടുത്ത് ഭീമനെ ലക്ഷ്യമാക്കി അടുത്തു. ഭീമൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബകന്റെ കയ്യിലിരുന്ന മരം തട്ടിത്തെറിപ്പിച്ചു. ബകൻ മറ്റൊരു മരം പിഴുതു. അപ്പോഴേക്കും ഭീമനും ഒരു വലിയ മരം പിഴുതെടുത്തു ബകന്റെ നേർക്കെടുത്തു. 2 പേരും കൂടി ഭയങ്കരമായ പോരാട്ടം നടത്തി. ഒടുവിൽ ബകൻ കുറച്ച് ക്ഷീണിച്ചു എന്ന് മനസ്സിലാക്കിയ ഭീമൻ അവനെ തട്ടി താഴ്ത്തിട്ടു. കാലും തലയും കൂട്ടിപ്പിടിച്ച് ബകന്റെ ശരീരം വളച്ച് നിലത്തുകുത്തി. ഠേ എന്നൊരു ശബ്ദത്തോടെ ബകന്റെ നട്ടെല്ലൊടിഞ്ഞു. അവൻ ഭൂമി കുലുങ്ങത്തക്കവണ്ണം അലറി. നിലത്ത് അവശനായി കിടന്ന ബകൻ ക്ഷണനേരത്തിനുള്ളിൽ മരിച്ചു. രാക്ഷസന്റെ മൃതദേഹം വലിച്ചു കൊണ്ടുവന്ന് നഗരത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ചിട്ട് ഭീമൻ വീട്ടിലെത്തി. നടന്ന വൃത്താന്തങ്ങളെല്ലാം അമ്മയെയും സഹോദരന്മാരെയും ബ്രാഹ്മണനെയും അറിയിച്ചു. ഭീമനെ പറ്റി
യാതൊരു വിവരവും ആരോടും പറയരുത് എന്ന് പ്രത്യേകം ചട്ടം കെട്ടി. നേരം പുലർന്നപ്പോൾ ഭഗന്റെ ജഡം പട്ടണത്തിന്റെ പ്രവേശനദ്വാരത്തിലിരിക്കുന്ന വിവരം നാട്ടുകാർ അറിഞ്ഞു. അത് കാണാൻ ആളുകളെല്ലാം ഓടിക്കൂടി. പുരവാസികൾക്കെല്ലാം എന്നും പേടിസ്വപ്നമായിരുന്ന ഭഗൻ ചോരയിൽ മുങ്ങി ചത്തുമലർന്നു കിടക്കുന്ന കാഴ്ച കണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും ആശ്ചര്യത്തോടെ മുഖത്തോട് മുഖം നോക്കി. തലേ ദിവസം ആഹാരം കൊണ്ടുപോകേണ്ട മുറ ആരുടേതായിരിക്കുമെന്ന് അന്വേഷിച്ചറിഞ്ഞ് ആളുകളെല്ലാം ബ്രാഹ്മണന്റെ വീട്ടിലെത്തി. വിപ്രൻ പറഞ്ഞു, ഇന്നലെ മന്ത്രസിദ്ധനായ ഒരു ഭൂസുരൻ ഞങ്ങളുടെ പരിതാപം കണ്ട് ഞങ്ങളിൽ ദയ തോന്നി അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടുപോയത്. എന്നെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കേണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹമായിരിക്കണം ഈ സൽക്കർമ്മം ചെയ്തത്. മകന്റെ നിര്യാണം രാജ്യവാസികൾ ഒരു ഉത്സവമായി കൊണ്ടാടി. പാണ്ഡവന്മാരും ആ ഉത്സവത്തിൽ പങ്കുചേർന്ന് ആഹ്ലാദിച്ചു. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം.